ഹരേ രാമ ഹരേ കൃഷ്ണ. നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നമ്മുടെ നന്മയെ മനസ്സിലാക്കാനോ മാനസികാവസ്ഥ മനസ്സിലാക്കാനോ ശ്രമിക്കില്ല. നാം ഒരു നന്മ ചെയ്താൽ അതിനെ ചിലരെങ്കിലും അംഗീകരിക്കില്ല. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള ചെറിയ ഒരു തെറ്റ് എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനെപ്പറ്റി വാചാലർ ആവുകയും ചെയ്യും. കാരണം ഈ ലോകം അങ്ങനെയാണ്. നല്ല മനസ്സുള്ള നമ്മെ മനസ്സിലാക്കുന്ന സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഉള്ളവർ വളരെ കുറവാണ്. ചെറിയ പിഴവുകളെ ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റുകളെ എല്ലാം വലുതാക്കി നമ്മുടെ മനസ്സിനെ നോവിക്കാനാണ് എല്ലാവർക്കും പ്രിയം. അവിടെയാണ് നാം ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സ് എന്താണോ, അതിലെ ചിന്തകൾ എന്താണോ, അതിലെ നോവുകൾ എന്താണോ, അതെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്ന അതേ തീവ്രതയിൽ ഭഗവാനും അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളെ മറ്റാരേക്കാളും മനസ്സിലാക്കുന്നത് ഭഗവാനാണ്, അല്ലാതെ മറ്റാരാണ്? ഈ ഭൂമിയിലെ അസ്ഥിരമായ ഒരു ബന്ധങ്ങളിലും വീണുപോകാതെ ഭഗവാനെ ഉറ്റ ബന്ധുവായി കാണുക. കാരണം നമ്മുടെ മനസ്സ് ഭഗവാനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എത്രയൊക്കെ ചേർത്ത് വെച്ചാലും ഒരു നാൾ നഷ്ടപ്പെടുന്നതാണ് ഈ ലോകത്തുള്ള സർവ്വതും. എന്നാൽ ഭഗവാനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചാൽ അതൊരിക്കലും നഷ്ടമാകില്ല. മരണശേഷവും പിന്തുടരുന്നു കൂടെ നിൽക്കുന്ന ഒന്നേ ഒന്ന് മാത്രമേയുള്ളൂ, അത് ഭഗവാനാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകളെ പോലും ക്ഷമിച്ചുകൊണ്ട് മൗനമായി നാം പറയുന്നതെല്ലാം കേട്ട് ഭക്തന്റെ മനസ്സിലെ നോവ് അതേ തീവ്രതയിൽ സ്വയം അനുഭവിച്ച് ഭക്തമനസ്സ് നോവിക്കാതെ സാന്ത്വനം പകർന്ന് കൂടെയുള്ള ഭഗവാനോളം ആത്മമിത്രം മറ്റാരാണുള്ളത്? എൻ്റെ മനസ്സും നോവും കണ്ണീരും എല്ലാം ഭഗവാൻ അറിയുന്നു, അനുഭവിക്കുന്നു. അതുപോലെ നിങ്ങൾ ഓരോ ഭക്തരുടെയും. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.